ഈ അപ്പച്ചിക്ക് മിണ്ടാണ്ടിരുന്ന പോരെ? ചുമ്മാ എന്റെ കാര്യം നോക്കാൻ എന്റെ അച്ഛനമ്മയുണ്ട്. അപ്പച്ചി രാവിലെ എന്നോട് പറയുവാണേ ഞാൻ PSC പാസ്സാകാൻ വേണ്ടി അവളുടെ മോളുടെ കയ്യിൽ നിന്ന് കുറെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞുതരാം. അവളുടെ ട്രിക്സ് ആൻഡ് ട്രിപ്സ് അല്ലേ, വല്ല മന്ദബുദ്ധി തരമായിരിക്കും. എനിക്കാണെ കുറെ ചൊറിഞ്ഞു വരുന്നുണ്ട് അപ്പച്ചിയുടെ ചില വർത്താനൊക്കെ. എന്റെ പൊന്നെ പൊന്നി സഹിക്കണമല്ലോ നീ ഇപ്പോ. അവളുടെ ഒരു മോള് എപ്പോഴും ഒരു മോളുടെ PSC. ആഹാ വന്നല്ലോ അപ്പച്ചിയുടെ പുന്നാര നാത്തൂനെ. പുന്നാര നാത്തൂന്നുള്ള പണി അപ്പച്ചി കൊടുക്കുന്നുണ്ട്. അവളെ എനിക്കിട്ട് പണിയാൻ വന്നു കഴിഞ്ഞാൽ അവക്കിട്ട് ഞാൻ കൊടുക്കും. അത് ഞാൻ കണ്ടായിരുന്നു. നീ എന്ത് കണ്ട്? അമ്മ അവളെ മുളക് പൊടി എക്സ്ട്രാ വാരിടുന്ന ഞാൻ കണ്ട അപ്പച്ചിക്ക് പണി കൊടുക്കാൻ. അല്ലെങ്കിൽ അവക്ക് കുറച്ച് എരിവിന്റെ ആവശ്യമുണ്ടടാ. അമ്മേ എന്നാടി തുള്ളി 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 വരുന്നേ? അമ്മയ്ക്ക് ഞാൻ യൂട്യൂബ് ചെയ്യണല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടാടാ? എനിക്കെന്തോ കുഴപ്പം? പിന്നെ അപ്പച്ചിക്ക് മാത്രം എത്ര കുഴപ്പം? എണീറ്റേ, ഞാൻ വിരിച്ചു വെക്കണത് കാണുന്നില്ലേ? അപ്പച്ചിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവളോട് തന്നെ പോയിട്ട് ചോദിക്കും. അപ്പച്ചി എല്ലാവർക്കും ഇട്ട് ചൊറിഞ്ഞല്ലേ? ആ ചൊറിഞ്ഞു മാറി നിക്കടി അമ്മ. അവിടെ ശരിക്കും വൃത്തിയൊക്കെ. എന്തായാലും അപ്പുണ്ണി രക്ഷപ്പെട്ട്. അവൻ അപ്പൂപ്പൻ്റെ അമ്മ എടുത്തല്ലേ. അവൻ എവിടുന്ന് രക്ഷപ്പെടാൻ? അപ്പച്ചി രാവിലെ തന്നെ ഫോൺ വിളിച്ചേ അവനെ നല്ല ഉപദേശമായിരുന്നു. ആ കാല് മാറ്റിയാടാ, കാല് മാറ്റിയാടാ, കാല് മാറ്റടാ. അമ്മേ ആ പറ. അമ്മേ പറയടി. അമ്മയ്ക്ക് അപ്പച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിലും എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുവാന്ന്. എന്റെ ക്ഷമ നഷ്ടപ്പെട്ട ഞാൻ ഈ വീടുണ്ടാവൂല. തൽക്കാലത്തിന് കാം ഡൗൺ. ചിൽ കാം ഡൗൺ. പക്ഷെ ക്ഷമയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്ത് ഇംഗ്ലീഷ് പറഞ്ഞേ? ചിൽ ചിൽ. ചിൽ തൂക്ക്. കമോൺ അങ്ങനെ തൂക്കണേ. നിങ്ങൾ എല്ലാരും പുറത്തേക്ക് പോയാൽ ഞാൻ വൃത്തിയാക്കാം. പോ. പുറത്തോട്ട് പോവാനാ? എന്റെ പൊന്നെ അമ്മ, അവിടെ അപ്പച്ചി വീണ്ടും വന്ന് ഉപദേശം തുടങ്ങും. വെറുതെ ഇരിക്കും. ഞാൻ ഉപദേശിക്കുമ്പോ നിങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലോ? പിടിക്കുന്നില്ലല്ലോ? പിടിക്കുന്നുണ്ടാ? അപ്പൊ സഹിക്കണം. പോ പോടാ, പോ പോടെ. ഞാൻ കാലൊക്കെ വെച്ചോളാം. എത്രയാടാ മണ്ണടം വൃത്തിയാക്കുക ചെയ്യില്ല പിള്ളേർ. ഫോണ് വേണ്ടേ ഇവന്? വേണ്ടേ. ഇന്ന് ഞാൻ ഫോണ് കിട്ടിയ തന്നെ ഇവര്. എത്ര പ്രാവശ്യം നേരം വെളുത്തേ ഇത് വൃത്തിയാക്കി വെക്കേണ്ടത്? എന്റെ ഫോൺ ഇവിടെ കണ്ട് വീണ്. എന്റെ ഫോൺ ഇവിടെ കണ്ട് വീണ്. ഞാൻ കണ്ടില്ല. ഞാൻ വിരിച്ചു വെച്ചത് കാണുന്നില്ലടാ നീ. എന്റെ ഫോൺ ഒന്ന് എടുത്തോണ്ട് പൊക്കോട്ടെ. ഞാൻ കണ്ടില്ല. പോടാ, നിന്റെ ഫോൺ നീയും പോടാ. പിന്നെ എന്റെ പോക്കറ്റിൽ ഇവിടെ കാണാം. എവിടെ വീണ്? വീണ് ചെന്നാ പിന്നെ നീ വരത്. കാല് പുറത്താക്ക്, കാല് പുറത്ത്. എന്താടാ ചെയ്ത ഇത്? വിരിച്ചു വെക്ക. ഞാൻ എന്റെ ഫോൺ വിരിച്ചു വെക്കടാ. നീ വിരിച്ചു വെച്ചിട്ട് പോയാൽ മതി. വിരിച്ചു വെക്കടാ, വിരിച്ചു വെക്കടാ. ഈ ബെഡ്ഷീറ്റ് എന്താ ഇങ്ങനെ ചെറുതായി പോയാലേ? ചെറുതായിരുന്ന വാങ്ങിയത്? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല വിരിച്ചത് തെറ്റിപ്പോയാ? ഫോൺ ഇവിടെ ഇല്ല. ഞാൻ അതെടുത്ത് വെച്ചടാ. എടാ അത് എടുത്തു വെക്കടാ. തലക്കെട്ട് ഞാൻ അടിക്കുവേ സഞ്ജു. ശരിക്കും എടുത്തു. ആ പോ. ഫോൺ അവിടെ ഇല്ല. ഫോൺ അവിടെ ഇല്ല. പോ. ഫോണല്ല, ഫോണാണ് എനിക്ക് കിട്ടാൻ പോകും. ഫോണ്. എന്റെ പൊന്ന് പ്രകാശി, അല്ലേ തന്നെ ഈ പോഡ്കാസ്റ്റുകാരെ തട്ടിയിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. അതിനിടയിലേക്ക് നമ്മുടെ മോളെ കൂടെ വലിച്ചിറക്കണോ? എടാ ഇതാണ്ട് ആനയാ കൂനിയാന്നൊക്കെ അവള് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിലിറങ്ങാൻ തീരുമാനിച്ചത്. അവരങ്ങനെയൊക്കെ പറയും. അത് കേട്ട് നിങ്ങൾ ഇറങ്ങിയാലേ കീശ കാലിയാവും. കീശ വല്ലതും ഉണ്ടായിട്ടും ഇല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ഭാവിച്ചോണ്ടാണ് ഈ മുറ്റത്ത് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഇട്ടത്? എടാ ഇത് വലിയ പരിപാടിയാന്നൊക്കെ പറഞ്ഞപ്പോ ഇറങ്ങാൻ തീരുമാനിച്ചു. എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചെടുക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇനി അങ്ങനെ കുഴപ്പം വന്നാ നീ ഉണ്ടല്ലോ. ഞാനാ? ആ എന്റെ കാശുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുവോ? അതെന്താടാ നിനക്കൊരു ആക്കി സംസാരം കുറച്ച് ദിവസമായി നിനക്ക് തുടങ്ങിയിട്ട്. വേണ്ടാട്ടാ. അതെ പ്രകാശി, ഇതുവരെ ആർക്കും തോന്നാത്ത കിടിലം ബിസിനസ് ഐഡിയാസ് എന്റെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. സത്യമായിട്ട്? പിന്നല്ലാതെ. എടാ അങ്ങനെ ഉണ്ടെ പറയടാ. നമുക്ക് എവിടെ നിന്നൊക്കെ 5-6 പൈസ മുടക്കാൻ ആളെ കണ്ടുപിടിച്ച് പരിപാടി തുടങ്ങാന്നേ. അതെ, നിങ്ങളുടെ ഈ ബ്രോക്കർ പണി വല്ല നിസ്സാര പരിപാടിയല്ല. നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്നാടാ വേണക്കൂട്ടാ നീ അങ്ങനെ സംസാരിച്ചത്? എടാ ഇപ്പൊ ഈ സ്ഥലമൊന്നും എന്റെ പേരിൽ അല്ലെങ്കിലും ഭാവിയിൽ എന്റെ പേരിൽ വന്ന് ചേരേണ്ടതാ. ഞാനും ഒരു കോടീശ്വരൻ തന്നെയാ. ഓഡീഷനൊക്കെയാ. പക്ഷെ ജെട്ടി മേടിക്കണേ അമ്മയുടെ പൈസ മേടിക്കണം. ഞാനത് നിർത്തി. ജെട്ടിയിടില്ല. ഇടിച്ചു തന്നിട്ടില്ല. എടാ ഞാൻ അമ്മയുടെ നിന്ന് പൈസ മേടിക്കുന്നത് നിർത്തിയെന്ന്. അതിനെ പറ്റി? എന്റെ ഒരു കൂടപ്പുറപ്പുണ്ടല്ലോ, എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വന്നൊരു സാധനം. ആ നരിന്ന് ഇവിടെ വന്ന് കേറിയിട്ടുണ്ട്. ആര്? സരിതയാ? വാ ചരിത. സരിത ഇവിടെ വന്നിട്ടുണ്ടോ? ആ. എന്നിട്ടാണോ പ്രകാശ് നിങ്ങൾ പറയാൻ മറന്നുപോയത്? വന്നേ, അവളെ കണ്ടിട്ട് കുറെ നാളായി. ഇവനിത് എന്ത് ഭാവിച്ച? അങ്ങനെ വിട്ടാ പറ്റത്തില്ല. മോളെ, അമ്മ അവിടെ ഇല്ലാത്തോണ്ട് പഠിത്തത്തിലോട് പെരുതിട്ടോ. ആ അമ്മൂമ്മയുടെ സ്വപ്നം നീ സാക്ഷാത്കരിക്കണം. അമ്മയ്ക്ക് അതാണ് പ്രതീക്ഷ. എന്തു ചെയ്ത് ഇത്രയും സ്ഥലം അവിടെ കിടക്കൂലേ? എന്നിട്ട് എന്റെ ഇവിടെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫോൺ ചെയ്യാൻ വേറെ സ്ഥലമില്ലേ? എനിക്ക് ഇവിടെ അടിച്ചു വരണം. മോളെ ഞാൻ വരാ. അമ്മൂമ്മയെ നോക്ക ഇവിടെ ആരുമില്ലടി. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ വിളിക്കാം. ചേച്ചി, ഞാൻ
ഇവിടെ ഫോൺ ചെയ്യണ കണ്ടില്ലേ? എന്നിട്ട് സോഫന്റെ അടിയിൽ നല്ല കാട്ടുകൊണ്ടടി. എടി സരിത, എത്ര നാളായി കണ്ടിട്ട്? വേണുകുട്ടാ, സുഖാണോ നിനക്ക്? എനിക്ക് സുഖം, നിനക്ക് സുഖല്ലേ? ശിവ, അങ്ങനെയൊക്കെ പോണം. ഇവൻ എന്ത് കുഴപ്പമാന്ന്? കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പെണ്ണും പിട ഒന്നുമില്ല. അമ്പലക്കാളെപ്പോലെ ഇങ്ങനെ നടക്കല്ലേ? അതാണ് നീ കല്യാണം കഴിക്കാത്ത? സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാന്ന് വെച്ചു. പെണ്ണിട്ടാഞ്ഞല്ലേ? അയ്യോ, ഇപ്പോൾ എന്നാ കോമഡി എന്നറിയോ? സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര കോമഡിയാ. അയ്യോ, ഇവിടെ ഭയങ്കര സീരിയസാ. കോമഡി പറയൂ ഇവള്. പിന്നെ സ്കൂളിൽ ഭയങ്കര കോമഡി അല്ലേ അവള്? അല്ലെങ്കിൽ അവള് ഭയങ്കര കോമഡിയാ. ഇവളുടെ നിന്റെ ഒരു രഹസ്യമുണ്ട്. ഇവളുടെ ഒരു രഹസ്യമുണ്ട്, അറിയോ? രഹസ്യം പറയടാ, പറ. ഏത് രഹസ്യം? 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ആരോടും പറയരുതെന്ന് പറഞ്ഞ രഹസ്യം പറഞ്ഞിട്ടില്ലേ? അതേത് രഹസ്യം? നീ എന്നോട് പറയടാ വേണുകുട്ടാ. ചേച്ചി ഒന്ന് മാറുന്നേ. അതെ, നീ 10ാം ക്ലാസ്സിലെ പിള്ളേരെ കാണാറുണ്ടാ? നമ്മൾ ഇവിടുത്തെ പഠിച്ചേ ചന്തുവിനെ കണ്ടു. ഒരു മാസം മുമ്പ് ചന്തുവിനെ കണ്ടു. തരപ്പൻ ചന്തു. തരപ്പൻ ചന്തു. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കൂടിയിടി. എന്നിട്ട് മൊത്തം സീനായി. അയ്യോ, ഒന്നും പറയണ്ട, ഭയങ്കര കോമഡി ആയിട്ട്. കാര്യം പറയണ്ട, വാ, വാ, വാ. രഹസ്യം പറയണ്ട, വാ, വാ. ആണാ? ഇവളെ എന്നെ എപ്പ കണ്ടാലും ഇങ്ങനെയാണ്. പോരാട്ടാ, പോരാ, വാ, വാ. എടി, ഞാൻ പറയണ നീ കേക്ക്. 2 പെഗടിച്ചപ്പോഴത്തേക്കും ചന്തു ഓഫായി. ഞാൻ അവനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ ഭാര്യ എന്നോട് കട്ടക്കളിപ്പ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു, മേല കള്ളു കുടിച്ച് വീട്ടിൽ കൊണ്ടുപോടാൻ എന്നോട് പറഞ്ഞ അടിച്ച് നിന്റെ പല്യം താഴെയിടുന്നു ഞാൻ പറഞ്ഞു. ഇത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇനി മേള രഹസ്യവും പരസ്യം എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ കൂടെ വന്നാണ്ടല്ലോ, നിന്റെ പടി ഞാൻ അടിച്ച് താഴെയിടും. കേട്ടണം, മത്തങ്ങ തലയാ. ചുമ്മാ തല്ലടി നിന്നെ ചട്ടമ്പി സരിതാന്ന് വിളിക്കണത്. അതെടാ, ചട്ടമ്പി സരിതന്നെടാ ഞാൻ. ചട്ടമ്പി തട്ടിൽ കയ്യിലുണ്ട്. ആഹാ, എന്താണിത്? ഇങ്ങോട്ട് ഓടി വാടാ. എന്താ പറ പറ, എന്താ? നിങ്ങളുടെ സരിതപ്പച്ചിയുടെ പത്തി താഴ്ത്താനുള്ള ഒരു രഹസ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു രഹസ്യം. രഹസ്യം എന്താന്ന് പറ അമ്മ, എന്നാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കാര്യമായിട്ടൊരു രഹസ്യം ഉണ്ട്. അറിയില്ലെങ്കിൽ പിന്നെ അമ്മയല്ലേ പറഞ്ഞ എന്തോ രഹസ്യം അറിയാന്ന്. അത് അറിയാവുന്ന ഒരാള് ഇവിടെയുണ്ട്. അതാര്? വേണുകുട്ടൻ. വേണുകുട്ടൻ എന്ത്? എടാ, വേണുകുട്ടന് സരിതപ്പച്ചി 10ാം ക്ലാസ് വരെ ഒന്നിച്ചല്ലേ പഠിച്ചത്. അപ്പം നടന്ന എന്തോ ഒരു സംഭവമാണ് ഈ രഹസ്യം. അത് വേണുകുട്ടനോട് സരിതപ്പച്ചി പറഞ്ഞ ആരോടും പറയരുതെന്ന്. ആരോടും പറയരുതെന്ന് പറഞ്ഞ എത്ര വലിയ രഹസ്യം നമ്മളോട് പറയൂ? അത് കണ്ടുപിടിക്കലല്ലേ നമ്മള് ഇത് എന്ത് പവർ. എന്നാലും എന്ത് രഹസ്യമാണ് അമ്മയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ അവള് പണ്ടേ ഉടായിപ്പായിരുന്നു. ചുമ്മാ അപ്പച്ചെ പിടി അതൊക്കെ പറയാ. പോടാ, അവളൊരു പ്രേമരോഗിയായിരുന്നു. വെറുതെ വെക്കാൻ സ്വഭാവം കിട്ടിയണത്. ഞാൻ പ്രേമരോഗിയൊന്നുമല്ല, നീ അടച്ചിരിക്കുന്നേ. അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും പറയും ഈ പിള്ളേർ ഇങ്ങനെ കലപിലാക്കും. എടാ, അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ആലോചിക്ക്. നമുക്ക് സെറ്റാക്കാം. വേണുകൊണ്ടല്ലേ? വേണമെങ്കിൽ സൂപ്പടാ. നമുക്ക് 4 കൂടി ശ്രമിച്ചു കഴിഞ്ഞാല് നടക്കൂലേ? ഉറപ്പായിട്ടും. അടിപൊളി. ഇങ്ങനെ അങ്ങനെ ആക്കിയാൽ അപ്പുറത്ത് വീഴാഞ്ഞത് നന്നായി. അതെ, ഇങ്ങനെയുള്ള ഒരു കളിയുണ്ടല്ലോ, അതിങ്ങനെ താത്തിരി ചവിട്ടി ഇങ്ങനെ ഉരച്ചോ. എങ്ങനെ പഠിപ്പിക്കണം? എന്താ അടിയൊക്കെയല്ല, ഓട് പൊട്ടിപ്പോ. പിന്നെ അതിന് പൈസ ചെലവാക്കണം. എന്നാ പിന്നെ നമുക്ക് പോയിക്കൂടാ. പേടിപ്പിച്ചോളൂടി. ഇതെന്റെ ലിപ്സ്റ്റിക് അല്ലേ? നിന്റെ ലിപ്സ്റ്റിക്കാണ് നീ എടുത്തോ. അമ്മച്ചല്ലേ, എനിക്ക് വേണ്ട. അയ്യേ, വേണ്ടെങ്കിൽ വേണ്ട. നിന്നെക്കാളും ചെറുത് എനിക്കാ ലിപ്സ്റ്റിക്ക്. അമ്മയുടെ ലിപ്സ്റ്റിക് വെച്ചോണ്ടിരുന്നോ? വീട് കണ്ടവന്മാര് കയറി ഇറങ്ങാൻ തുടങ്ങി. കണ്ടവന്മാരും? ഏത് കണ്ടവന്മാരും? ആ വേണുകുട്ടൻ. ആഹാ, അവനോട് എന്താ കാര്യം? അത് നിന്റെ പുന്നാര ചേട്ടനോട് പോയി ചോദിക്കും. ഇത് അമ്മയുടെ വീടല്ലേ, അമ്മയ്ക്ക് പോയി ചോദിച്ചാൽ എന്താ? ഞാൻ ചോദിക്കാഞ്ഞിട്ടല്ലടി. ആ വേണുക്കുട്ടനെ തീരെ നാണമില്ല. എനിക്കാണ് ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് അവനെ ഇറക്കി വിട്ടൂടെ? ഇറക്കി വിടാന്നേ. ഇപ്പൊ തന്നെ ഇറക്കി വിടണം. ഈ ലിപ്സ്റ്റിക്ക് തുടച്ചു കളഞ്ഞിട്ട് പോരെ. അന്നാ അവൻ തുടച്ചു കളഞ്ഞിട്ട് ഇറക്കി വിടാം. എന്റെ കുഞ്ഞമ്മയുടെ ഒരു രഹസ്യം വൃത്തിയായിട്ടവൻ. എന്തോ അങ്ങനെ നോക്കുന്നേ? സഞ്ജുവേ, എടാ ആ ഓട് ചെറുതായിട്ട് പൊട്ടിയിട്ടില്ലടാ. ഇല്ലല്ലോ. എടാ സൂക്ഷിച്ച് നോക്കി, അത് പൊട്ടിയിട്ടുണ്ടോ? ഓട് പൊട്ടിയിട്ടുണ്ടോ നോക്കിയേ. വാ, എനിക്കൊന്നും കാണാൻ വയ്യ. എനിക്കും കാണാൻ വയ്യ. കാണാൻ വയ്യാലേ? ഇല്ല. മഴ പെയ്ത് വെള്ളം താഴോട്ട് വരുമ്പോ നിങ്ങൾ പറയും വേണുവെങ്കലിന്റെ കണ്ണിന് നല്ല പവറാണ്.
എടാ സഞ്ജു നോക്കിയടാ ഹോട്ടലുണ്ടല്ലേ ആ ഉണ്ട് ശരിയാ. ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലോ ഈ വീട്ടിൽ ഒരാൾക്കെങ്കിലും നല്ല കള്ളം ഉണ്ടല്ലോ, അത് മതി. ഞങ്ങളെ ആ. ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നോണ്ടേ ആ ഞാൻ നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അതാണ് അച്ഛൻ പറഞ്ഞു മോള് പോഡ്കാസ്റ്റ് തുടങ്ങാൻ വേണ്ടി പോവാന്ന്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണ്ട്. പോഡ്കാസ്റ്റിംഗ് ബെസ്റ്റ് സംഭവം. അച്ഛൻ പറഞ്ഞ് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോളാൻ. അങ്കിളെ ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ സ്കൂൾ ലൈഫിലെ നൊസ്റ്റാൾജിക് സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, ഉവ്വ. അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണേ. സൂപ്പറായിട്ട് വിജയിക്കും. അല്ലേ തന്നെ സ്കൂൾ ലൈഫിൽ ആർക്കാണ് നൊസ്റ്റാൾജി ഇല്ലാത്തത്? പിന്നല്ലാതെ. അങ്കിളെ ആ. അങ്കിളിന് ഈ സ്കൂൾ ലൈഫിലുള്ള നൊസ്റ്റാൾജി സ്റ്റോറീസ് ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. എന്നാ പിന്നെ വേണമെങ്കിൽ വെച്ച് നമുക്ക് പരിപാടി അങ്ങ് കത്തിക്കാം. എന്നാ വെച്ചാ? ആ അങ്കിളെ ആ. അങ്കിളുടെ സ്കൂൾ ലൈഫിലെ നൊസ്റ്റാൾജിക് സ്റ്റോറീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞുതരാം. ബാ മക്കൾ ബാ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ സംഭവം ഉണ്ട് വേണമെന്നല്ലോ. ബാ. ചേടാ ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കുക? അല്ല നിങ്ങൾക്ക് വല്ല ക്രിമികടി എങ്ങാനും ഉണ്ടാ? എന്തുവാടി? പിന്നെ നീ കബഡ് എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി നോക്കുന്നേ? അല്ല ഇവിടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ കൂപ്പണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതെന്ത്? കൂപ്പണല്ലേ? ആ അത് ഞാൻ കൊടുത്തു തീർത്തോളാം. എടി അതിപ്പോ ഒരു കെട്ടെടുത്ത് കൊടുത്തു കേട്ടാ വേണുക്കുട്ടൻ കൊണ്ടുപോയി തീർത്തോളും. അത് ഞാൻ കുടുംബശ്രീയിലും ചിട്ടിയിലെ ആൾക്കാർക്കൊക്കെ കൊടുത്തു തീർക്കും. ഉറപ്പാണോ? പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്തൊരു സഹായം? വേണുകൂട്ടം പറഞ്ഞ ആ രഹസ്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ചു തരണം. എന്ത് രഹസ്യം? സരിതയുടെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള കാര്യം. അയ്യേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കാര്യം. ഞാൻ ആരട്ടി നിനക്കൊക്കെ ചോർത്തരാം. ഞാൻ നിന്റെ ചാരൻ. ചാരനാണോ ചാത്തനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തോ കള്ളത്തരം അവളെ കയ്യിലുണ്ട്. എന്ത് കള്ളത്തരം? അവള് പഠിക്കുന്ന കാലം തൊട്ടേ വേലിച്ചാട്ടക്കാരിയായിരുന്നു. നീ പറയുന്നത് എന്റെ പെങ്ങളെ പറ്റിയാ? ആ ഓർമ്മ വേണം. ഞാൻ പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വേണുക്കുട്ടനോട് ചോദിച്ചാൽ മനസ്സിലാവും. നീ പറഞ്ഞതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഞാൻ വേണുക്കുട്ടനോട് ചോദിച്ചോളാം. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ വേലിക്ക് പുറത്ത് നിന്നെ ഞാൻ വലിച്ചെറി. ഇന്ന് നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടോ നമ്മളെ? ഞാനും വരുന്നേ. അങ്ങനെ വൈകുന്നേരം സ്കൂൾ വിട്ട് എല്ലാവരും പോയി. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് മൂളുന്നില്ല. കേക്ക്. ഗ്രൗണ്ടിലാണെങ്കിൽ 10 സീലെ മാർട്ടിനും ഗ്യാങ്ങും. ഓപ്പോസിറ്റ് ആരൊക്കെയാ? ഞാനും ചന്തു മാത്രം. പിന്നെ എന്നാ സംഭവിച്ചെന്നറിയാവോ? അവരുടെ തങ്ങളുടെ പരിപാടി കാണും. എന്നെ അടിച്ച് പരിപ്പിളക്കല്ലേ ചെയ്ത്. ഞാൻ അവരുടെ പരിപ്പിടിച്ചിളക്കി. എന്നിട്ട് 3 ദിവസത്തേക്ക് ഈ മാർട്ടിൻ മൂത്രം പോലും വെച്ചിട്ടില്ല. കാറ്റടിക്കുമ്പോ 2 തുള്ളി പോയാ പോയിന്നാണ് കേൾവി. ആ എങ്ങനെയുണ്ട് കഥ? നല്ല മൂത്രം കഥ. ഇതൊക്കെ ചുമ്മാ പണ്ടത്തെ സിനിമ എടുത്താൽ അങ്ങളൊന്ന് പോക്കേ ചുമ്മാ. എന്നാ വേറൊരു സാധനം പറയാം. അങ്കിളിന് ഇടിയും പിടി അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലേ പറയാൻ? വേറെന്നാ കഥ? അങ്കിളെ ആ. അങ്ങള് സരിതപ്പച്ചിയുടെ കൂടെ ആയിട്ട് പഠിച്ചത്. ആ. അപ്പൊ അപ്പച്ചിയായിട്ടുള്ള ബന്ധമുള്ള എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ? ഓ നിങ്ങളുടെ അപ്പച്ചി എന്ന് പറഞ്ഞ ഭൂലോക ഉടായ്പല്ലായിരുന്നു. ആണോന്നോ? ആണ്. എന്നാ ആ കഥ പറ. അതായത് ഈ സരിത എന്തോന്ന് അച്ഛനും അമ്മ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി വന്ന വേണമെങ്കിൽ കഥ പറയാൻ പോവായിരുന്നു. ആ കഥ ഞങ്ങൾക്കും കേട്ടാ കുഴപ്പമൊന്നുമില്ലടാ. പറ ചേട്ടാ അപ്പൊ ചോദിക്കാമേ, ഈ കഥ പറച്ചിലും കേക്കലും ഒക്കെ ഗേറ്റിന് വെളി മതി കേട്ടാ. അതിനെ ഇവിടെ വെച്ച് പറഞ്ഞാല് നീ ധൈര്യമായിട്ട് പറയടാ. അതെ ഇത് അമ്മയുടെ വീടാ, അമ്മ തീരുമാനിക്കുന്ന കാര്യങ്ങള്. അത് പറയാൻ ഞാൻ റെഡി. ഞാൻ അമ്മയുടെ മോള്. ഞാൻ ആ അമ്മയുടെ മകൻ തന്നെ. ഇവൻ അമ്മയുടെ മോൻ തന്നെയാണ്, ഇവൾ അമ്മയുടെ മോള് തന്നെയാണ്. ഇങ്ങോട്ട് മാറിക്കടാ. ഇതേതാ? പ്രകാശിയുടെ അമ്മ. ഞങ്ങൾ ബിസിനസ് പാർട്ട്ണർമാരാണ്. നീ ബിസിനസ് പാർട്ണർ അല്ലേ, ലൈഫ് പാർട്ണർ അല്ലല്ലോ. സരിത നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. നീ തേങ്ങാ കൊല്ലാണ്. പോടാടുന്നു. ഇറങ്ങി പോടാ. നോക്കി കഥ നിപ്പ് കണ്ടില്ലേ? വേണുക്കുട്ടാ നിക്കടാ. വേണുക്കുട്ട പ്രകാശേട്ടന്റെ സ്വന്തം അനിയനെ പോലെയാണ്. അപ്പൊ എന്റെ അനിയനെ പോലെ തന്നെയല്ലടാ അല്ലേ? വീട്ടിൽ കയറി പോടാ. അങ്ങോട്ട് ഇറങ്ങി പോയടാ. നിന്നോട് ഞാനാ പറയുന്ന, വീട്ടിൽ കയറി പോ. നിന്നോട് ഞാനോ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങി പോകണം. ഇങ്ങോട്ട് കയറി പറഞ്ഞു. അങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് നിർത്തിക്കെ. പ്രകാശ് നിങ്ങൾ പറ, ഞാൻ അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോ? ഞാൻ പറയാം. നമുക്ക് ഭൂരിപക്ഷം നോക്കിയിട്ട് തീരുമാനിക്കാം പുറത്തു പോകണോ വേണ്ടയോ. അത് നല്ലതാ. വേണുകുട്ടൻ പുറത്ത് പോകണമെന്നുള്ളൊരു കൈ പൊക്കിക്കോ. ഇനി വേണുക്കുട്ട അകത്തേക്ക് പോണെന്നവർ കൈവോക്കിയേ. അപ്പം ഭൂരിപക്ഷം നമുക്ക് തന്നെ അല്ലേ മക്കളെ? വേണുവെങ്കിലും കുട്ടി അകത്തേക്ക് പോട്ടെ. നീ എനിക്കെതിരെ കൈവയ്ക്കല്ലേടാ, കാണിച്ചുതരാം കേട്ടോ.
ചേട്ടാ ശരിയാക്കി തരാട്ടാ. ഇതിൽ കൂടുതൽ എന്നാ ശരിയാക്കാനാ? അടി നീ നഖമുടുത്തം കടിച്ചു നിന്നിട്ട് എന്ത് കാണിക്കാനടി? നമ്മ കടിക്ക്. എന്നാലും അമ്മ ആ ഭൂരിപക്ഷത്തിന് വേണ്ടി കൈവക്കിയിട്ട് ഒരൊറ്റെണ്ണം നമ്മുടെ കൂടെ നിന്നില്ലല്ലോ. ആ പ്രകാശം കൈവക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാടി സപ്പോർട്ട് ചെയ്ത്? അത് പിന്നെ പിള്ളേര് നമ്മുടെ കൂടെ നിൽക്കുന്നല്ലേ ഞാൻ വിചാരിച്ചേ. നടന്നത് തന്നെ. അവർക്കൊക്കെ കൈവശം കൊടുത്ത് അവള് വശത്താക്കി വെച്ചിരിക്കുക. എന്നാ അതിലും കളിച്ചു കൂടിയ കൈവശം ഞാൻ ഉണ്ടാക്കും. നീ എന്താടി എല്ലാവർക്കും വിഷം കൊടുത്ത് കൊല്ലാൻ പോവാണോ? മകളാണെന്നൊന്നും ഞാൻ ഓർക്കുമല്ലോ. ഒറ്റപ്പേട വെച്ചെന്നാണല്ലോ. അയ്യോ വിഷം കൊടുക്കണ പറഞ്ഞത്. പിന്നെ എന്ത് കഴിയാ പറഞ്ഞേ? ആ പിള്ളേരെ നമ്മുടെ പക്ഷത്താക്കണ കാര്യം ഞാൻ പറഞ്ഞത്. അത് നടന്നത് തന്നെ. നടത്തിക്കും ഈ സാരിത നടത്തിക്കും. നിന്നെ കൊണ്ട് പറ്റൂടിയത്? പറ്റും. അമ്മ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ നിൽക്കുവോ ഇരിക്കുവോ എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നീ ആ വേടുക്കുട്ടനെ ഇവിടെ നിന്ന് ചാടിക്കണം. അവനെ ഞാനിവിടുന്ന് കെട്ടിക്കും. ആ പിള്ളേരെ തുറപ്പിച്ചിട്ടാക്കിയിട്ട് ഞാനിവിടെ പൊട്ടിക്കും. സത്യമാണോ? സത്യം. വേണുക്കുട്ടൻ ഈ കൂട്ടുമ്പത്ത് കയറരുത്. ഇല്ല. വലിയ ഭൂരിപക്ഷം വെളിയും ബഹളമൊക്കെ ആയപ്പോഴേ അപ്പച്ചി അവിടെ നമ്മള് പുള്ളിക്കാരുടെ കൂടെ നിൽക്കുന്നു. ഇനി എത്ര ലക്ഷം തരാന്ന് പറഞ്ഞാൽ പോലും ഞാൻ അപ്പച്ചിയുടെ കൂടെ നിക്കത്തില്ല. എന്തോന്ന് ലക്ഷം? അപ്പച്ചിയുടെ നേരെ പൈസ ഇല്ല. അത് അടിച്ചു മാറ്റാൻ വേണ്ടിയല്ലേ വന്നിങ്ങനെ നിൽക്കുന്ന അച്ഛമ്മയുടെ കൂടെ. അപ്പച്ചിക്ക് 100 ആയുസാ. അപ്പച്ചിക്ക് 100 ആയുസൊന്നും വേണ്ട മക്കളെ. എന്റെ മക്കള് രക്ഷപ്പെട്ട് കണ്ടാ മാത്രം മതി. എനിക്കും അങ്ങനെ തന്നെയാ. അച്ഛമ്മ 100 വരെ ഒന്നും പോവില്ല. ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ ചുമയും കൊരയൊക്കെ. ചുമയെ കുറെ നിന്റെ തള്ളക്കാരാ. കണ്ട അച്ഛമ്മയുടെ സ്നേഹം കണ്ട അപ്പച്ചി. അച്ഛമ്മക്ക് വയസ്സായല്ലോ മക്കളെ, കാര്യാക്കണ്ട. സഞ്ജു അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്. നീ ഇരിക്കടാ. നിന്റെ മുഖത്തെന്താ? എന്റെ മുഖത്തെന്താ? മഞ്ഞുകാലട്ടാ പൊട്ടിയുണ്ടല്ലോ. ആ എടാ നിനക്ക് PSC ട്രിക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ടേ ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ മോളോടും പറയാണ്ട, ഞാൻ തന്നെ പഠിച്ച് പാസ്സായിക്കോ. എടാ ഒരുമിച്ച് പഠിക്കടാ. എടാ വേണ്ടടാ. വേണ്ടാ വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞല്ലോ. മധു ഇരിക്കടാ. നിനക്കെന്തോ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പച്ചി ഹെൽപ്പ് ചെയ്യാ. പോഡ്കാസ്റ്റിംഗ്. കാസ്റ്റ് അപ്പച്ചി സപ്പോർട്ട് ചെയ്യും. വേണ്ട, നമ്മള് കുടുംബത്തിൽ പറഞ്ഞ വീഡിയോ ഒന്നല്ലല്ലോ ചെയ്യണേ. വേണ്ടാ. വേണ്ടെങ്കിൽ വേണ്ട. കൃഷ്ണമോളെ അപ്പച്ചിക്കേ ഒരു കൂട്ടുകാരനുണ്ട് കോഴിക്കോട്. അവനെ ഒരു 4 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്. അവിടെ നിനക്കൊരു ജോലി ശരിയാക്കി തരട്ടാ. ശരിക്കും? ശരിക്കും. എന്നാ എനിക്ക് എക്സിക്യൂട്ടീവ് ഷെഫിന്റെ പൊസിഷൻ മതി. ആ ഷെഫിനെ ശരിയാക്കി തരാം. ഓക്കെ പറ്റി, സെറ്റ്. അതാണ്. കണ്ടോ, കൃഷ്ണമോള് നമ്മുടെ സൈഡാ, ഇതുങ്ങളൊക്കെ തള്ളയുടെ സൈഡാ. ഓ എടാ മനസ്സിലായ? നമ്മളെ വിലക്കാതെ വന്നത് രണ്ടുപേരും കൂടി. അത് ശരി, നമ്മുടെ ലേലം പണിയാണ് ഇപ്പൊ ഇവിടെ നടന്നത്. അപ്പച്ചി എനിക്ക് ജോലി വേണ്ട. അങ്ങനെ ആ പടക്കവും ചീറ്റി. എടി ശരിയാ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവരുടെ സഹായം ഒന്നുമില്ലാതെ എനിക്ക് ആ വേണുക്കുട്ടനെ തന്നെ ഓടിക്കാൻ അറിയാം കേട്ടോ. തള്ളു 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 തല്ലാസി വണ്ടി, തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. എടാ വേണക്കുട്ട, ഈ സരിതയെ കൊണ്ട് വലിയ ശല്യമാടാ. എനിക്ക് കിട്ടേണ്ടത് പോലെ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടാതെ വന്നു തരും. അതുകൊണ്ട് നിനക്കറിയാവുന്ന എല്ലാ രഹസ്യവും നീ പറയണം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കള്ളത്തരം പറഞ്ഞാലും വേണ്ടിയില്ല. വിശ്വസിപ്പിക്കണം അമ്മേ. വേണക്കുട്ട ജ്യൂസ്. ജ്യൂസോ? പിടിക്കടാ. അല്ല ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട്. ഇന്ന് മാങ്ങ ഉണ്ടായിരുന്നു. അതല്ലേ. എടാ അങ്ങോട്ട് വലിച്ചു കുടിക്കടാ. എന്നിട്ട് നിനക്ക് അറിയാവുന്ന കാര്യം മുഴുവൻ പറ. കുടി. മധുരം ഇച്ചിരി ഉള്ള മതി. കുടിക്കടാ. അതായത് പ്രകാശി, ഞാനും ഈ സരിതയും കൂടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചേട്ടാ പറയാ. എന്നാ അമ്മ ഇത്? ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഇനി നിനക്ക് ഇവിടെ പ്രവേശനമില്ല. അയ്യോ, പ്രകാശിയുടെ അമ്മ, പ്രകാശി ഇറക്കി വിടരുത്, ഞാൻ ഇറങ്ങി പൊക്കോളാം. വേണുകുട്ടാ നീ എവിടെ ഇരുന്നേ? അവര് അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം അത് അവര് തീർത്തോളൂ, നീ ഇടപെടരുത്. ചേച്ചിക്ക് ചേട്ടനൊക്കെ വലുതാണ് ഈ കുട്ടൻ. വേണുകുട്ടനെ ഈ വീട്ടിലെ അതിഥിയാണ്.
അതിഥികളെ സൽക്കരിക്കണമെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല അച്ഛൻ. നീ അങ്ങോട്ട് സൽക്കരിക്കടി. അവളുടെ ഒരു സർക്കാരം. ഞാൻ സൽക്കരിക്കും. വേണുകൂട്ടാ നീ വാടാ, ഭക്ഷണം കഴിക്കും. ഭക്ഷണം ഉണ്ടോ? ഭക്ഷണം ഉണ്ട്. എന്തൊരു മരം കൂടാ നീ. കയറി പാടി അങ്ങോട്ട്. അങ്ങനെ അതിട്ടോ. കളറുള്ള കറി കുറച്ച് കഴിച്ചോ കഴിച്ചോ. അച്ചാറ് അച്ചാറിട്ടോ. എന്താ എന്ത് പറ്റി? എരിയുന്നുണ്ടോ? എടി വെള്ളം എടുത്തിട്ട് വാ. പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്തു. ദാ കുടിച്ച് 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 വെള്ളം കുടിച്ച്. പഞ്ചസാര വാ കാണിക്ക് ഞാൻ തട്ടിത്തരാം. ആ, അടിപൊളി. കുറച്ചുകൂടി കഴിക്ക്. കഴിച്ചോ. വേണുക്കുട്ടാ സരിത നേരത്തെ പറയരുതെന്ന് പറഞ്ഞൊരു രഹസ്യമില്ലേ, അതൊന്ന് നമ്മളോടൊന്ന് പറയോ? ഇല്ല, അത് പറയാൻ പറ്റില്ല.